റൈസിംഗ് ഹരിയാന. ഹരിയാനയെ ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമാക്കാൻ അശ്രാന്തം പരിശ്രമിക്കുകയാണ് സൈനി സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന പരിഷ്കരണങ്ങളിലൂടെയാണ് നായബ് സിംഗ് സൈനി സർക്കാർ ഇത് സാധ്യമാക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുമെന്ന ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രഖ്യാപനം ഇതിനൊരു ഉദാഹരണം മാത്രമാണ്. വിദ്യാഭ്യാസ രംഗത്ത് സമൂല പരിവർത്തനമാണ് സൈനി സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് സൈനി സർക്കാർ ലക്ഷ്യമിടുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. പഠനേതര വിഷയങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അധ്യാപകരെയും പ്രാപ്തരാക്കുകയാണ്. കോളേജുകളിൽ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കളിക്കാർക്ക് കായിക വിഭവങ്ങൾ നൽകുകയും ചെയ്യും. മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ വാക്കുകൾ അനുസരിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കൃഷിയാണെങ്കിൽ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് അതിന്റെ രണ്ട് തൂണുകൾ. വികസിത ഹരിയാന എന്ന ലക്ഷ്യത്തിന്റെ വിജയത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളതും ആരോഗ്യകരവുമായ ഒരു സമൂഹമായിരിക്കും. जितना बड़ा चैलेंज हमारे सामने होगा, जिंदगी जीने का मजा उतना बड़ा होगा. आप चैलेंज से मत घबराइए. भी ये सब्जेक्ट है, मुझे आता नहीं है, या इसमें ये मुझे दिक्कत आएगी. आप उस चैलेंज लेकर के उसको काम करिए. आदरणीय प्रधानमंत्री जी ने कहा है कि हमें चैलेंज को स्वीकार करना चाहिए. क्यों नहीं कर सकते? हम कर सकते हैं. और जब हम चैलेंज लेकर के काम करेंगे तो कोई भी चीज बड़ी नहीं है, हर चीज छोटी है. JEE, നാഷണൽ ഡിഫൻസ് അക്കാദമി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ സ്കൂളുകളിലെ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരിശീലനം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മഹിപാൽ ഠാണ്ടയുടെ പ്രഖ്യാപനം വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനായുള്ള പൈലറ്റ് പ്രോജക്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്നു. സ്കൂൾ സമയത്തിനു ശേഷം പരിചയസമ്പന്നരായ അധ്യാപകരുടെ പരിശീലനമാണ് ഉറപ്പു നൽകുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി വിജയിച്ചാൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കും. ഈ വർഷം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി പ്രത്യേക ഊന്നൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കായി 27 പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്തത്. ഓരോ ജില്ലയിലെയും 2 സർക്കാർ മാതൃകാ സംസ്കൃതി സ്കൂളുകളെ കായിക മികവിന്റെ കേന്ദ്രമായും നൈപുണ്യ മികവിന്റെ കേന്ദ്രമായും വികസിപ്പിക്കുകയാണ് സർക്കാർ. ഓരോ ജില്ലയിലെയും ഒരു സർക്കാർ കോളേജ് മാതൃകാ സംസ്കൃതി കോളേജായും വികസിപ്പിക്കുന്നു. എന്താണ് മാതൃകാ സംസ്കൃതി വിദ്യാലയങ്ങൾ? ഗ്രാമീണ മേഖലയിലെ കഴിവുള്ള കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. हमने हर 10 किलोमीटर के ऊपर मॉडल संस्कृत स्कूल वो बनाने का निर्णय किया है, ताकि हमारे जो ग्रामीण क्षेत्र के युवा हैं उनको अच्छी एजुकेशन मिल सके और वो भी पीछे न रहें. और उसको लेकर के मैंने जो बजट के अंदर ये कहा है, बजट में ये भी कहा है कि हरियाणा प्रदेश के सभी विभागों के जितने फर्स्ट क्लास ऑफिसर हैं हर महीने किसी न किसी स्कूल के अंदर जाएगा, बच्चों से बात करेगा, 2 घंटे 3 घंटे वहाँ रहेगा, उसकी पूरी रचना योजना बनेगी और वो जाकर के वो क्लास में भी बच्चों से बात करेगा और बच्चे अगर उनसे कोई बात करना चाहें तो उसकी बात को सुन करके उसको उत्तर भी देगा. इससे हमारे युवाओं को एक बड़ा उत्साह और प्रोत्साहन भी मिलेगा. അടിസ്ഥാന സാക്ഷരതയും സംഖ്യാവൈദഗ്ധ്യവും വികസിപ്പിക്കുക, മൾട്ടിഗ്രേഡ് ക്ലാസ് മുറികൾ, കൂട്ടായ പ്രശ്നപരിഹാരവും പരിശീലനാധിഷ്ഠിത അധ്യാപക പരിശീലനവും. ഇങ്ങനെ നീളുന്നു സാക്ഷര ഹരിയാനയ്ക്ക് സൈനി സർക്കാർ നൽകുന്ന ഉറപ്പ്. സർക്കാർ സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ലാബ് ആണ് മറ്റൊരു ഹൈലൈറ്റ്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ റോബോട്ടിക്സ്, 3D പ്രിന്റിംഗ്, AI തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാൻ ഈ ലാബുകൾ സഹായിക്കും. സ്വന്തം സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അടുത്ത അക്കാഡമിക് സെഷൻ മുതൽ എല്ലാ ജില്ലകളിലും സംരംഭകത്വ മത്സരങ്ങൾ നടത്താനും സൈനി സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. മാത്രമല്ല
ഈ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാൻ സഹായിക്കുന്നതിന് തെരഞ്ഞെടുത്ത ടീമുകൾക്ക് സമ്മാനവും നൽകുമെന്നാണ് നായബ് സിംഗ് സൈനിയുടെ പ്രഖ്യാപനം. വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിൽ പ്രാവീണ്യമുള്ളവരാക്കുന്നതിനൊപ്പം അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി കോളേജുകളിലും സ്റ്റാർട്ടപ്പ് പോഷൻ സെന്ററുകൾ തുറക്കും. വിദ്യാർത്ഥികളുടെയും അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും സുരക്ഷ കൂടി ഉറപ്പാക്കുകയാണ് സൈനി സർക്കാർ. PM ശ്രീ സ്കൂൾ, മോഡൽ സംസ്കൃതി സ്കൂൾ തുടങ്ങി 1497 സർക്കാർ സ്കൂളുകളിലും എല്ലാ ക്ലസ്റ്റർ സ്കൂളുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. കായിക ഹരിയാനയ്ക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കാനും സർക്കാർ മറക്കുന്നില്ല. സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള കായിക പരിശീലനം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. लोन लेकर के करना चाहें तो उसके अंदर सरकार उनका हेल्प भी करेगी और उस ब्याज के अंदर 2% की कमी भी हमने की कि हरियाणा सरकार वहन करेगी, उसका भी प्रावधान हमने किया है. സ്വകാര്യ സ്ഥാപനങ്ങളിലെ പോലെ സർക്കാർ സ്കൂളുകളിലും പതിവായി രക്ഷാകർതൃ അധ്യാപക മീറ്റിംഗുകൾ ഏർപ്പെടുത്താനുള്ള പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കുട്ടികളുടെ അക്കാദമിക് പുരോഗതിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയാനും അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പങ്കാളിത്തം വളർത്താനും ഇത്തരം ആശയവിനിമയങ്ങൾ സഹായിക്കുമെന്നാണ് സർക്കാർ പക്ഷം. 2047ഓടെ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് പ്രധാനമാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തത്വങ്ങൾക്കും കൽപ്പനകൾക്കും അനുസൃതമായി ഹരിയാനയെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കി മാറ്റുകയാണ് സൈനി സർക്കാരും ചെയ്യുന്നത്.